നമസ്കാരം. മാസ്റ്റർ മൈൻഡ് PSCയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ ടോപ്പിക്കുകളായി നമ്മൾ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ച പല ടോപ്പിക്കുകളിലെ ക്വസ്റ്റ്യൻസും ഇപ്പോൾ നടന്ന പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണം പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം പരീക്ഷകൾക്കും ചോദിച്ചതാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതും നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ ഒരു 6 മാസത്തിനിടയിൽ നടന്ന PSC പരീക്ഷകൾക്ക് ചോദിച്ച ചില ക്വസ്റ്റ്യൻസും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, വളരെ അടിസ്ഥാനമായിട്ടുള്ള ഏറ്റവും ബേസ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതും ഇതുപോലെ തന്നെ ആയിരിക്കും. വിവിധ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ്, അവയുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പരീക്ഷകൾക്കെല്ലാം ചോദിക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അനുബന്ധ ചോദ്യങ്ങളാണ്. ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അനുബന്ധ ചോദ്യങ്ങളായിരിക്കും അടുത്ത് വരുന്ന പരീക്ഷയ്ക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മളിന്നൊരു 6-7 ക്വസ്റ്റ്യൻസ് ഇന്ന് എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തമായിട്ട് കാണുക, എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് പുസ്തകം ഏതാണ്? ഇവിടെ 2 ചോദ്യം കിട്ടും. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ ആപ്പിലൊക്കെ ഉള്ള ക്ലാസ്സിൽ, നമ്മൾ മാസ്റ്റർ മൈൻഡ് ആപ്പിലൊക്കെ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ടോപ്പിക്ക് എല്ലാം കവർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. ഈ ചോദ്യം ഇപ്പോൾ നടന്ന LGS 4 ഘട്ടങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ LGS പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇതിനു മുന്നേ ഗാന്ധി ബോർഡ് പ്രിലിമിനറി പരീക്ഷയ്ക്കും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഒന്നുകൂടെ പറയാം. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. അവിടെ ഓപ്ഷൻസ് നോക്കാം. ഇന്ത്യൻ അൺറസ്റ്റ്, ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ഇന്ത്യൻ സ്ട്രഗിൾ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. വളരെ അടിസ്ഥാനമായിട്ട് പഠിച്ചിരിക്കുന്നവർക്ക് പോലും ഉത്തരം എഴുതാൻ പറ്റിയ ചോദ്യമാണിത്. ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അദ്ദേഹത്തിന്റെ പുസ്തകം അല്ലെങ്കിൽ ഏത് ബുക്കിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു ആശയം, ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുസ്തകം. എഴുതിയതാരാണ്? ദാദാഭായ് നവറോജി. അപ്പോൾ ഇത്രയും വളരെ എളുപ്പമുള്ള ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇവിടെ നമുക്ക് അനുബന്ധ ചോദ്യങ്ങൾ കിട്ടണം. നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചത് വിശ്വേശ്വരയ്യ എഴുതിയ പുസ്തകങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണം പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആര്? അല്ലെങ്കിൽ ആഡം സ്മിത്തിന്റെ പുസ്തകം ഏതാണ്? അത്തരത്തിലുള്ള ബുക്കുകൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ അനുബന്ധ ചോദ്യമായിട്ട് പഠിക്കും. അപ്പോൾ നമുക്കിവിടെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വളരെ സിമ്പിൾ ചോദ്യമാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ഓപ്ഷൻസ് നോക്കാം. ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, അമർത്യ സെൻ. നമുക്ക് എല്ലാവരും കേട്ട് പരിചയമുള്ള പേരുകൾ തന്നെയാണ്. ഒരു പരിഗണന നമുക്ക് കൊടുക്കേണ്ടത് ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും പിതാവായ ഉത്തരം എന്താണ്? ആഡം സ്മിത്ത്. അപ്പോൾ നമുക്ക് ഈ 2 ചോദ്യത്തെ പരിഗണിച്ചുകൊണ്ട് ഈ 2 ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യം നമ്മൾ അടുത്ത് നോക്കുന്നത് കുറച്ച് പുസ്തകങ്ങൾ, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, എല്ലാം എളുപ്പമുള്ള ബുക്കുകളാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പുസ്തകം എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ബുക്ക് എന്താണ്? ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. ഇതിൽ നമ്മൾ കേട്ടിട്ടുള്ള വാക്ക് ഏതാണ്? വെൽത്ത് ഓഫ് നേഷൻസ്. വളരെ എളുപ്പമുള്ള പുസ്തകം. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്നും ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ആഡം സ്മിത്ത് എഴുതിയ പുസ്തകമാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആഡം സ്മിത്ത്. ആരാണ്? ആഡം സ്മിത്ത്. അപ്പോൾ ഒരു പുസ്തകം പഠിച്ചു, വെൽത്ത് ഓഫ് നേഷൻ, ആഡം സ്മിത്ത്. ഇതിന് പുറമെ പഠിച്ച ചോദ്യം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ബുക്കാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഉത്തരം ദാദാഭായ് നവറോജി. ഉത്തരം ആരാണ്? ദാദാഭായ് നവറോജി. അപ്പൊ രണ്ടാമത്തെ പുസ്തകം എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ 2 പുസ്തകം പഠിച്ചു. ഒന്നാമത്തത് ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ, അല്ലെങ്കിൽ വെൽത്ത് ഓഫ് നേഷൻ, ആഡം സ്മിത്ത്. രണ്ടാമത്തെ ബുക്ക് എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഉത്തരം ദാദാഭായ് നവറോജി. നമ്മുടെ മൂന്നാമത്തെ ബുക്ക് പോവർട്ടി ആൻഡ് ഫാമിൻ. പോവർട്ടി ആൻഡ് ഫാമിൻ. പോവർട്ടി ആൻഡ് ഫാമിൻ വളരെ എളുപ്പമുള്ളൊരു ബുക്കാണ്, വളരെ എളുപ്പമുള്ളൊരു വ്യക്തിയുമാണ്. സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ. അമർത്യ സെന്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ഫാമിൻ. എഴുതിയത് അമർത്യ സെൻ. അപ്പോൾ അമർത്യ സെൻ എഴുതിയ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ഫാമിൻ. പോവർട്ടി ആൻഡ് ഫാമിൻ.
അതുപോലെ തന്നെ മറ്റൊരു ബുക്കാണ് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. അത് എഴുതിയതും ആര് തന്നെയാണ്? അമർത്യ സെൻ. അപ്പൊ അമർത്യ സെൻ എഴുതിയ 2 പുസ്തകങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പോവർട്ടി ആൻഡ് ഫാമിൻ, 2 ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. എഴുതിയ വ്യക്തി ആരാണ്? അമർത്യ സെൻ. അപ്പൊ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് പുസ്തകങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ എഴുതിയ ബുക്കുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ബുക്കുകളാണ് പഠിച്ചത്. അതിൽ ഒന്നാമത്തെ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻ, എഴുതിയത് ആഡം സ്മിത്ത്. അതിൽ 2 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവും ആഡം സ്മിത്ത് ആണ്. അടുത്ത ചോദ്യം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ദാദാബായ് നവറോജി. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് പഠിച്ചത് അല്ലേ? ഉത്തരമാരാണ്? ദാദാബായ് നവറോജി. അടുത്ത ബുക്ക് എന്തായിരുന്നു? പോവർട്ടി ആൻഡ് ഫാമിൻ, എഴുതിയത് അമർത്യ സെൻ. അടുത്ത ബുക്ക് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, എഴുതിയതും അമർത്യ സെൻ. അടുത്ത ബുക്കിന്റെ പേര് നോക്കാം, ചോയ്സ് ഓഫ് ടെക്നിക്സ്. ബുക്കിന്റെ പേര് എന്താണ്? ചോയ്സ് ഓഫ് ടെക്നിക്സ്. ഇതും ആരെഴുതിയ ബുക്കാണ്? അമർത്യ സെൻ. അപ്പൊ അമർത്യ സെന്റെ പ്രധാനപ്പെട്ട 3 ബുക്കുകളാണ് പഠിച്ചത്. ഒന്ന് പോവർട്ടി ആൻഡ് ഫാമിൻ, 2 ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, 3 ചോയ്സ് ഓഫ് ടെക്നിക്സ്. 4ാമത്തെ പുസ്തകത്തിന്റെ പേരാണ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഏഷ്യൻ വാല്യൂസ്. അതും ആരുടെ ബുക്കാണ്? അമർത്യ സെൻ. അപ്പൊ അമർത്യ സെൻ എന്ന് പറയുന്ന പേരിനല്ല അവിടെ പരിഗണന കൊടുക്കേണ്ടത്, 4 ബുക്കുകൾക്കാണ്. നമ്മൾ പഠിക്കേണ്ട 4 ബുക്കുകളാണ്. കാരണം അമർത്യ സെൻ എന്നുള്ള പേര് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, നമുക്ക് പറയാൻ പറ്റുന്നതുമാണ്, നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിന്റെ 4 പുസ്തകങ്ങളുടെ പേര് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. അതിൽ ഒന്നാമത്തെ ബുക്ക് ഏതാണ്? പോവർട്ടി ആൻഡ് ഫാമിൻ, 2 ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, 3 ചോയ്സ് ഓഫ് ടെക്നിക്സ്, 4 ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഏഷ്യൻ വാല്യൂസ്. സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനെന്നോ ആദ്യത്തെ ഇന്ത്യക്കാരനെന്നോ ചോദിച്ചാൽ ആരാണ്? അമർത്യ സെൻ. ആ അമർത്യ സെൻ എഴുതിയ 4 പുസ്തകങ്ങൾ ഒന്നുകൂടെ പരിഗണിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ പഠിക്കുക. പോവർട്ടി ആൻഡ് ഫാമിൻ, 2 ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, 3 ചോയ്സ് ഓഫ് ടെക്നിക്സ്, 4 ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഏഷ്യൻ വാല്യൂസ്. അടുത്ത പുസ്തകം നോക്കാം, ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമായിരുന്നു ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ഇപ്പൊ നടന്ന എല്ലാ പരീക്ഷകൾക്കും നീതി ആയോഗ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ? ആ നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാന്റെ പേര് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണും. ഈ ബുക്കിന്റെ പേര് അറിഞ്ഞുകൂടാത്തവർക്കും ഈ ബുക്ക് എഴുതിയ വ്യക്തിയുടെ പേര് അറിഞ്ഞുകൂടാത്തവർക്കും ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. ആരാണ്? അരവിന്ദ് പനഗരിയ. അപ്പൊ അരവിന്ദ് പനഗരിയ എഴുതിയ പുസ്തകമാണ് ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. അരവിന്ദ് പനഗരിയ, അരവിന്ദ് പനഗരിയ. ബുക്കിന്റെ പേര് ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആണ് അരവിന്ദ് പനഗരിയ. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. അപ്പൊ 2 ചോദ്യങ്ങൾ അവിടെ നിന്ന് കിട്ടി. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ അതാരാണ്? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയുടെ പുസ്തകവും കിട്ടി. എന്താണ്? ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. അടുത്ത ബുക്കിന്റെ പേരാണ് മോദി ആൻഡ് ഹിസ് ചലഞ്ചസ്. ബുക്കിന്റെ പേരെന്താണ്? മോദി ആൻഡ് ഹിസ് ചലഞ്ചസ്. നീതി ആയോഗിന്റെ 2ാമത്തെ വൈസ് ചെയർമാന്റെ പേരാണ് രാജീവ് കുമാർ. പേരെന്താണ്? രാജീവ് കുമാർ. പേരെന്താണ്? രാജീവ് കുമാർ. രാജീവ് കുമാർ. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് മോദി ആൻഡ് ഹിസ് ചലഞ്ചസ്. അപ്പോൾ വളരെ എളുപ്പമുള്ള പുസ്തകങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബുക്കാണ് ആൻ എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. എഴുതിയത് ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തൊട്ടടുത്ത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ചോർച്ചാ സിദ്ധാന്തം, ദാദാബായ് നവറോജി പ്രസിദ്ധീകരിച്ച പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്ത പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന പുസ്തകം എഴുതിയത് അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ഫാമിൻ. അതുപോലെ മറ്റൊരു ബുക്കാണ് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. മറ്റൊരു ബുക്കാണ് ചോയ്സ് ഓഫ് ടെക്നിക്സ്. 4 പുസ്തകങ്ങൾ എഴുതിയത് അമർത്യ സെൻ. അടുത്ത ബുക്ക് നമ്മൾ പഠിച്ചു ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഏഷ്യൻ വാല്യൂസ്. അമർത്യ സെന്റെ പുസ്തകമാണ് ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാനായ അരവിന്ദ് പനഗരിയ. അപ്പൊ ആ വ്യക്തിയുടെ ബുക്ക് പഠിക്കുന്നതിനോടൊപ്പം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? ഇന്ത്യ ദ എമർജിംഗ് ജയന്റ് അരവിന്ദ് പനഗരിയ. മോദി ആൻഡ് ഹിസ് ചലഞ്ചസ് രാജീവ് കുമാർ. നീതി ആയോഗിന്റെ 2ാമത്തെ വൈസ് ചെയർമാനാണ് രാജീവ് കുമാർ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മോദി ആൻഡ് ഹിസ് ചലഞ്ചസ്. ഓക്കെ, നമുക്ക് അടുത്ത ബുക്ക് നോക്കാം. ഐ ഡു വാട്ട് ഐ ഡു, രഘുറാം രാജൻ. ഇന്ത്യയിലെ 23ാമത്തെ RBI ഗവർണറായ രഘുറാം രാജൻ എഴുതിയ പുസ്തകമാണ് ഐ ഡു വാട്ട് ഐ ഡു. നിലവിലെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര 26ാമത്തെ ആളാണ്. 25ാമത്തെ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. 24 ഊർജിത് പട്ടേൽ. 23ാമത്തെ RBI ഗവർണറാണ് രഘുറാം രാജൻ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഐ ഡു വാട്ട് ഐ ഡു. അപ്പൊ ഐ ഡു വാട്ട് ഐ ഡു മറ്റൊരു പുസ്തകം എഴുതിയതാരാണ്?
എന്താണ് രഘുറാം രാജൻ. ആരാണ്? രഘുറാം രാജൻ. അടുത്ത ബുക്ക് റീകൺസ്ട്രക്ടിങ് ഇന്ത്യ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് റീകൺസ്ട്രക്ടിങ് ഇന്ത്യ. അതുപോലെ തന്നെ പഠിക്കാം പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഈ ബുക്ക് കേട്ടറ്റ് എക്സാം ഉൾപ്പെടെ ചോദിച്ചതാണ്, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. അപ്പൊ രണ്ട് പുസ്തകങ്ങൾ ഓർമ്മിക്കുക, റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. അതുപോലെ തന്നെ മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. 3 പുസ്തകങ്ങൾ ഓർമ്മിക്കുക, റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഒന്നുകൂടെ പറയാം, റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഈ 3 ബുക്കുകൾ എഴുതിയത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്നോ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവെന്നോ അറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യ. ആരാണ്? എം വിശ്വേശ്വരയ്യ. അപ്പൊ 3 പുസ്തകങ്ങൾ എഴുതിയത് എം വിശ്വേശ്വരയ്യ. ഏതൊക്കെയാണ് ബുക്കുകൾ? റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. 3 പുസ്തകങ്ങളും എഴുതിയത് ആരാണ്? എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ്. ഉത്തരമാരാണ്? എം വിശ്വേശ്വരയ്യ. 3 പുസ്തകങ്ങൾ റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. 3 പുസ്തകങ്ങളും എഴുതിയതാരാണ്? എം വിശ്വേശ്വരയ്യ. ആദ്യം പഠിച്ച ബുക്ക് ഐ ഡു വാട്ട് ഐ ഡു, രഘുറാം രാജൻ, 23ാമത്തെ RBI ഗവർണർ. ഓക്കെ. അടുത്ത ബുക്ക് ദ ഇൻസൈഡർ. ദ ഇൻസൈഡർ, ഇൻസൈഡർ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഒരു ബുക്കാണ് ദ ഇൻസൈഡർ. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടി. ആരാണ്? PV നരസിംഹറാവു. ആരാണ്? PV നരസിംഹറാവു. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ദ ഇൻസൈഡർ. ദ ഇൻസൈഡർ, PV നരസിംഹറാവു. നമ്മൾ ഒരു ബുക്ക് പഠിക്കുന്നതിനോടൊപ്പം അത് എഴുതിയ വ്യക്തിയുടെ പേര് പഠിക്കുന്നതിനോടൊപ്പം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ പറഞ്ഞാണ് പോകുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു ഐ ഡു വാട്ട് ഐ ഡു, രഘുറാം രാജൻ 23ാമത്തെ RBI ഗവർണറാണ്. 26ാമത്തെ RBI ഗവർണറാണ് ഇപ്പോൾ ഉള്ളത് സഞ്ജയ് മൽഹോത്ര. 25ാമത്തെ ആള് ശക്തികാന്ത് ദാസ്, 24 ഊർജിത് പട്ടേൽ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളും അവിടെ കവർ ചെയ്ത് പറയുന്നുണ്ട്. റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഈ 3 പുസ്തകങ്ങളും എഴുതിയ വ്യക്തി എം വിശ്വേശ്വരയ്യ. ആ എം വിശ്വേശ്വരയ്യായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഏതൊക്കെയായിരുന്നു? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ്. ഓക്കെ. ലാസ്റ്റ് പറഞ്ഞ ചോദ്യം ദ ഇൻസൈഡർ. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു. അടുത്ത ചോദ്യം ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇത് ചുരുക്കി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻട്രസ്റ്റ് ആൻഡ് മണി, ഇൻട്രസ്റ്റ് ആൻഡ് മണി. JM കെയ്ൻസ്. ആരാണ്? JM കെയ്ൻസ്. JM കെയ്ൻസ്. JM കെയ്ൻസ്. ഓക്കെ, JM കെയ്ൻസ്. ഒരുപാട് ചോദ്യങ്ങൾ JM കെയ്ൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്ക് ശ്രദ്ധിക്കുക, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം എഴുതിയത് JM കെയ്ൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI ബാങ്കിന്റെ മുൻഗാമിയാണ് ഇംപീരിയൽ ബാങ്ക്. ഏത് ബാങ്കാണ്? ഇംപീരിയൽ ബാങ്ക്. ആ ഇംപീരിയൽ ബാങ്കിന് പേര് നൽകിയ വ്യക്തിയാണ് JM കെയ്ൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. JM കെയ്ൻസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇംപീരിയൽ ബാങ്കിന് ആ പേര് നൽകിയ വ്യക്തി ആരാണ്? JM കെയ്ൻസ്. അദ്ദേഹം പേര് നൽകിയത് ഇംപീരിയൽ ബാങ്കിനാണ്. ഈ ഇംപീരിയൽ ബാങ്കാണ് SBI ബാങ്കിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. അപ്പൊ SBI ബാങ്കിന്റെ മുൻഗാമി ആരെന്ന് ചോദിച്ചാൽ അത് ഇംപീരിയൽ ബാങ്കാണ്. ആ ഇംപീരിയൽ ബാങ്കിന് പേര് നൽകിയ വ്യക്തിയാണ് JM കെയ്ൻസ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഓക്കെ. അടുത്ത പുസ്തകം നോക്കാം, എക്കണോമിക് പെർമനൻസ്. എക്കണോമിക് പെർമനൻസ്. ആരാണ്? JC കുമരപ്പ. ആരാണ്? JC കുമരപ്പ. എക്കണോമിക് പെർമനൻസ് എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് JC കുമരപ്പ. JC കുമരപ്പ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ, ഗാന്ധിയൻ പ്ലാൻ അല്ല. ഈ 2 ചോദ്യം മാറിപ്പോ. ഗാന്ധിയൻ പ്ലാൻ SN അഗർവാൾ, ശ്രീനാരായൺ അഗർവാൾ ആണ്. എന്നാൽ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവാണ് ആര്? JC കുമരപ്പ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എക്കണോമിക് പെർമനൻസ്. പുസ്തകത്തിന്റെ പേരെന്നൂടെ പറഞ്ഞുതരാം, എക്കണോമിക് പെർമനൻസ്. എഴുതിയത് JC കുമരപ്പ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തിൽ പഠിച്ച പുസ്തകങ്ങൾ നോക്കുക. ഐ ഡു വാട്ട് ഐ ഡു, രഘുറാം രാജൻ, 23ാമത്തെ RBI ഗവർണർ. അടുത്ത ബുക്ക് റീകൺസ്ട്രക്ടിങ് ഇന്ത്യ. അതുപോലെ പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചതാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഈ 3 പുസ്തകം എഴുതിയത് എം വിശ്വേശ്വരയ്യ. അടുത്ത ബുക്ക് ദ ഇൻസൈഡർ, PV നരസിംഹറാവു. അടുത്ത ബുക്ക് എന്താണ്? ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, JM കെയ്ൻസ്. ആ പേരൊന്ന് ഓർമ്മിച്ചോണം, JM കെയ്ൻസ്.
എക്കണോമിക് പെർമനൻസ് എന്ന പുസ്തകം എഴുതിയത് JC കുമരപ്പ. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഗാന്ധിയൻ എക്കണോമിക്സ് എന്ന ആശയം ആരാണ് കൊണ്ടുവന്നത്? JC കുമരപ്പ. ലാസ്റ്റത്തെ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ. നമ്മൾ കേട്ടിട്ടുണ്ട്. റോളിംഗ് പ്ലാൻ, ഇന്ത്യൻ റോളിംഗ് പ്ലാൻ എന്ന ആശയം കൊടുക്കുന്നത് മൊറാർജി ദേശായി ആണ്. 78 മുതൽ 80 വരെയാണ് ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ കാലഘട്ടം, 1978 മുതൽ 80 വരെ. എന്നാൽ റോളിംഗ് പ്ലാനിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഗുണാർ മിർദാൽ. ആരാണ്? ഗുണാർ മിർദാൽ. ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ. ഈ ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിലാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? റോളിംഗ് പ്ലാനിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ റോളിംഗ് പ്ലാനിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ. ആ ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് ഗുണാർ മിർദാൽ. ഇദ്ദേഹമാണ് റോളിംഗ് പ്ലാനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ എന്ന ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് മൊറാർജി ദേശായി. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് പുസ്തകങ്ങൾ പഠിച്ചു. പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് പഠിച്ചത്. ബുക്കുകൾ പഠിക്കുന്നതിനോടൊപ്പം അത് എഴുതിയ വ്യക്തികളുടെ പേരും പഠിച്ചു, അവരുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യവും പഠിച്ചു. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. അതുപോലെ മറ്റൊരു ചോദ്യം കിട്ടി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ദാദാബായ് നവറോജി. അതായത് ചോർച്ചാ സിദ്ധാന്തം ദാദാബായ് നവറോജി പ്രസിദ്ധീകരിച്ചത് ഏത് പുസ്തകത്തിലൂടെയാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ 2 പ്രീവിയസ് ക്വസ്റ്റ്യനെ മുൻനിർത്തിയാണ് നമ്മൾ ഇത്രയും കണക്റ്റഡ് ഫാക്ട് പഠിച്ചത്. അതായത് കുറച്ച് പുസ്തകങ്ങൾ, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ. ഇത്രയും ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളൊരു ചോദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2 ചോദ്യങ്ങൾ നമ്മളെ മുൻനിർത്തി ഒറ്റ ഭാഗമായിട്ട് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പരീക്ഷകൾക്ക് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് മലപ്പുറം ഇടുക്കി ജില്ലയ്ക്കും ഈ ഒരു കാര്യത്തെ മുൻനിർത്തിയുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന LGS പരീക്ഷയ്ക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് ഈ ടോപ്പിക്കിന് അല്ലെങ്കിൽ ഈ ചോദ്യത്തെ മുൻനിർത്തിയുള്ള ചോദ്യം. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക നോബലിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കിട്ടിയത് ഒരു വനിതയ്ക്കാണ്. സാമ്പത്തിക നോബൽ ലഭിച്ച 3ാമത്തെ വനിതയാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ വനിത. അവരാരെന്നാണ് ചോദ്യം. അവിടുത്തെ 1ാമത്തെ ഓപ്ഷൻ എലനർ ഓസ്ട്രം സാമ്പത്തിക നോബൽ ലഭിച്ച ഒരു വനിത തന്നെയാണ്. പക്ഷെ അവർ കിട്ടിയ വർഷം 2023 അല്ല. എസ്തർ ഡഫ്ലോ സാമ്പത്തിക നോബൽ ലഭിച്ച വനിത തന്നെയാണ്. പക്ഷെ അവർ കിട്ടിയ വർഷം 2023 അല്ല. അടുത്ത ഓപ്ഷൻ ക്ലോഡിയ ഗോൾഡിംഗ്. അടുത്തൊരു ഓപ്ഷനാണ് ആൻ ലൂയിലർ. നമുക്ക് ശ്രദ്ധിക്കുക, ഇവിടെ ആവശ്യമുള്ള ഓപ്ഷൻ ക്ലോഡിയ ഗോൾഡിംഗ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലേ? 2023 സാമ്പത്തിക നോബൽ. നമ്മളിവിടെ പഠിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഇതിന്റെ അനുബന്ധ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലെ കറണ്ട് അഫെയർ ചോദ്യം ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചത് 2023 സാമ്പത്തിക നോവലാണ്. ഇപ്പോൾ നടന്ന പരീക്ഷകൾക്കൊന്നും 2024 ചോദിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇനി പരീക്ഷകൾ ചോദിക്കുന്ന 2024 സാമ്പത്തിക നോവലായിരിക്കാം. നമുക്ക് പഠിച്ചു നോക്കാം. നമ്മുടെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് അഫ്നോളജി. സാമ്പത്തിക ശാസ്ത്ര മേഖലയ്ക്ക് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയ വർഷം 1968. വർഷം ഏതാണ്? 1968. അപ്പോൾ സാമ്പത്തിക നോബൽ ഏർപ്പെടുത്തിയ വർഷം 1968. നൽകി തുടങ്ങിയത് 1969. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയ്ക്കുള്ള നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് 1968 നൽകി തുടങ്ങിയത് 1969. സാമ്പത്തിക നോബൽ ലഭിച്ച ആദ്യത്തെ വനിതയുടെ പേരാണ് എലിനർ ഓസ്ട്രം. 2009. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു പേരില്ലേ, എലിനർ ഓസ്ട്രം. അപ്പൊ സാമ്പത്തിക നോബൽ ലഭിച്ച ആദ്യ വനിത എലിനർ ഓസ്ട്രം 2009. അതുപോലെ തന്നെ 2ാമത്തെ വനിതയുടെ പേരാണ് എസ്തർ ഡഫ്ലോ 2019. എസ്തർ ഡഫ്ലോക്ക് ലഭിച്ച വർഷം 2019. അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അഫ്നോളജി. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന പേരുകൾ മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അഫ്നോളജി. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് 1968, നൽകി തുടങ്ങിയത് 1969. സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വനിതയാരെന്ന് ചോദിച്ചാൽ അത് എലിനർ ഓസ്ട്രം 2009. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു ഈ പേര്. സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച 2ാമത്തെ വനിതയാണ് എസ്തർ ഡഫ്ലോ 2019. അപ്പൊ 2 വനിതകളുടെ പേരായി. 3ാമത്തെ വനിതയാണ് 2021 ലഭിച്ചത്. നമ്മൾ താഴോട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം പഠിക്കും. ഇന്ത്യക്കാരൻ, അതായത് സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. ആരാണ്? അമർത്യ സെൻ. 1998 അമർത്യ സെന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രീവിയസ് ചോദ്യമാണത്. സാമ്പത്തിക നോബലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനെ മുൻനിർത്തി നമ്മൾ വിശകലനം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പഠിച്ചു. സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? അമർത്യ സെൻ.
അമർത്യാസെന് നോബൽ സമ്മാനം കിട്ടിയ വർഷം 1998. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന്റെ 4 പുസ്തകങ്ങളൂടെ പഠിച്ചു, അതൊന്ന് ഓർമ്മിക്കുക. അടുത്ത ചോദ്യം, ഏത് മേഖലയെക്കുറിച്ചുള്ള പഠനത്തിനാണ് സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം അമർത്യാസെന് ലഭിച്ചതെന്ന് ചോദിച്ചാൽ വെൽഫെയർ എക്കണോമിക്സിനെ കുറിച്ചുള്ള പഠനം. അതായത് വെൽഫെയർ എക്കണോമിക്സിനെ കുറിച്ചുള്ള പഠനത്തിനാണ് അമർത്യാസെന് നോബൽ സമ്മാനം ലഭിച്ചത് 1998. സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അപ്പോൾ സാമ്പത്തിക നോബൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കുക. സാമ്പത്തിക നോബലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇത്രയും ചോദ്യം ഉറപ്പായിട്ട് പഠിക്കുക. സാമ്പത്തിക നോബൽ ഏർപ്പെടുത്തുന്ന വർഷം 1968 നൽകി തുടങ്ങുന്ന വർഷം 1969. ആദ്യമായിട്ട് ലഭിച്ച വനിത എലിനർ ഓസ്ട്രം 2009. രണ്ടാമത്തെ വനിത എസ്തർ ഡഫ്ലോ 2019. ആദ്യത്തെ ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യക്കാരൻ അമർത്യാസെൻ 1998 ലഭിച്ചു. ഇദ്ദേഹത്തിന് ലഭിച്ചത് വെൽഫെയർ എക്കണോമിക്സിനെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, രണ്ടാമത്തെ ഇന്ത്യൻ വംശജൻ, ഇന്ത്യക്കാരനല്ല, രണ്ടാമത്തെ ഇന്ത്യൻ വംശജനാണ് അഭിജിത്ത് ബാനർജി. അഭിജിത്ത് ബാനർജിക്ക് ലഭിച്ച വർഷം 2019. അഭിജിത്ത് ബാനർജിക്ക് സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് 2019. 2019, 20, 21, 22, 23, 24 തുടർന്നുള്ള വർഷങ്ങളുടെ കാര്യമാണ് നമ്മളിനി പഠിക്കുന്നത്. ഒന്ന് ഓർമ്മിച്ചു വയ്ക്കുക. രണ്ടാമത്തെ ഇന്ത്യൻ വംശജനാണ് അഭിജിത്ത് ബാനർജി. 2019. 2019 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ഈ 2019 പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇതിലൊരു വനിതയുണ്ട്, അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ വംശജനുണ്ട്. അപ്പൊ 2019 ലഭിച്ച 3 പേർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് അഭിജിത്ത് ബാനർജി, രണ്ടാമത്തെ ആള് എസ്തർ ഡഫ്ലോ, മൂന്നാമത്തെ ആളുടെ പേരാണ് മൈക്കിൾ ക്രീമാർ. ആരാണ്? മൈക്കിൾ ക്രീമാർ. അപ്പൊ 3 വ്യക്തികൾക്കാണ് സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം 2019 ലഭിച്ചത്. നമുക്ക് ആ കാലഘട്ടം ഒന്ന് ഓർഡറായിട്ട് പഠിക്കാം. 2019 മുതൽ 2024 വരെ സാമ്പത്തിക നോബൽ ലഭിച്ചവരുടെ പേരുകൾ. ഇതിൽ പരീക്ഷകൾക്ക് ഒരുപാട് തവണ ചോദിച്ച വ്യക്തികളുണ്ട്. രണ്ടാമത്തെ ഇന്ത്യൻ വംശജനാണ് അഭിജിത്ത് ബാനർജി. അത് 2019 ലഭിച്ചു. 2019 തന്നെ 3 പേർക്കാണ് സാമ്പത്തിക നോബൽ ലഭിച്ചത്. ഒന്നാമത്തെ ആള് അഭിജിത്ത് ബാനർജി, 2 എസ്തർ ഡഫ്ലോ, 3 മൈക്കിൾ ക്രീമാർ. നോബൽ സമ്മാനം പങ്കിട്ട ആദ്യത്തെ ദമ്പതികൾ, അതായത് സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ദമ്പതികൾ, സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ദമ്പതികളാണ് അഭിജിത്ത് ബാനർജിയും എസ്തർ ഡഫ്ലോയും. അഭിജിത്ത് ബാനർജിയും എസ്തർ ഡഫ്ലോയും. അപ്പൊ 2019 എന്നുള്ള വർഷം പരിഗണിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ചോദ്യങ്ങളുണ്ട്. 2019 3 പേർക്ക് സാമ്പത്തിക നോബൽ ലഭിച്ചു. ഒരാൾ അഭിജിത്ത് ബാനർജി, രണ്ടാമത്തെ ആൾ എസ്തർ ഡഫ്ലോ, മൂന്നാമത്തെ ആൾ മൈക്കിൾ ക്രീമർ. ഇതിൽ എസ്തർ ഡഫ്ലോ വനിതയാണ്, സാമ്പത്തിക നോബൽ ലഭിച്ച രണ്ടാമത്തെ വനിത. അതുപോലെ തന്നെ അഭിജിത്ത് ബാനർജി, എസ്തർ ഡഫ്ലോ ദമ്പതികളാണ്. അപ്പോൾ സാമ്പത്തിക നോബൽ ലഭിച്ച ആദ്യത്തെ ദമ്പതികളാണ് അഭിജിത്ത് ബാനർജിയും എസ്തർ ഡഫ്ലോയും. മാത്രമല്ല, ഇവർക്ക് എന്തിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ, ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിച്ചതിനാണ് അഭിജിത്ത് ബാനർജി, എസ്തർ ഡഫ്ലോ, മൈക്കിൾ ക്രീമറിന് 2019 നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ 2019 നോബൽ സമ്മാനമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, സാമ്പത്തിക നോബൽ ഏർപ്പെടുത്തുന്നത് 1968 നൽകി തുടങ്ങിയത് 69. 3 വനിതകൾക്ക് ലഭിച്ചു ഇതുവരെ. 2023 മൂന്നാമത്തെ വനിതയ്ക്ക് ലഭിച്ചത്. അതാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. 2023 ലഭിച്ച വ്യക്തി ആരെന്നാണ് ചോദിച്ചത്. അതിനെ മുൻനിർത്തിയാണ് നമ്മൾ ഇത്രയും അനുബന്ധ ചോദ്യങ്ങളും പഠിച്ചു വരുന്നത്. അതിൽ 2019 ലഭിച്ച 3 പേരുടെ പേര് അഭിജിത്ത് ബാനർജി, എസ്തർ ഡഫ്ലോ, മൈക്കിൾ ക്രീമാർ. ഇതിൽ അഭിജിത്ത് ബാനർജി, എസ്തർ ഡഫ്ലോയും ദമ്പതികളാണ്, സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ദമ്പതികൾ. ഇവർക്ക് എന്തിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിച്ചു. നമുക്കിതുപോലെ ഇനി 2020 പരിഗണിക്കാം. 2020 പഠിക്കാം. 2020 സാമ്പത്തിക നോബൽ 2 പേർക്കാണ് ലഭിച്ചത്. പോൾ ആർ മിൽഗ്രാമിനും റോബർട്ട് ബി വിൽസണും. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് 2020 ഒക്കെ പഠിക്കേണ്ടി വരുന്നത്. 2020 പോൾ ആർ മിൽഗ്രാം, റോബർട്ട് ബി വിൽസൺ. പേരുകൾ പഠിക്കുക. പോൾ ആർ മിൽഗ്രാം, റോബർട്ട് ബി വിൽസൺ. ലേലവുമായി ബന്ധപ്പെട്ട പുതിയ സിദ്ധാന്തങ്ങളും പരീക്ഷണത്തിനും പുതിയ ലേല രീതികൾ കണ്ടെത്തിയതിനുമാണ് പോൾ ആർ മിൽഗ്രാമിനും റോബർട്ട് ബി വിൽസണും സാമ്പത്തിക നോബൽ സമ്മാനം 2020 നൽകിയത്. അപ്പോൾ 2020 ലഭിച്ചത് 2 പേർക്ക്. ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ പോൾ ആർ മിൽഗ്രാമിനും റോബർട്ട് ബി വിൽസണും. പുതിയ ലേല സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചതിനും പുതിയ ലേല നടപടികൾ സ്വീകരിച്ചതിനും അല്ലെങ്കിൽ കണ്ടെത്തിയതിനുമാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ 2019 പഠിച്ചു, 2020 പഠിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം 2021. 2021 3 പേർക്ക് ലഭിച്ചു. ഒന്നാമത്തെ ആളുടെ പേര് ഡേവിഡ് കാർഡ്, അടുത്ത ആളുടെ പേര് ജോഷുവ ഡി ആൻഗ്രിസ്റ്റ്, ഗെയ്ഡോ ഇംബൻസ്. അപ്പൊ 3 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡേവിഡ് കാർഡ്, ജോഷുവ ഡി ആൻഗ്രിസ്റ്റ്, ഗെയ്ഡോ ഇംബൻസ്. 3 പേർ.
ഒരുപാട് തവണ എന്നും ചോദിച്ചിട്ടില്ല, എന്നാലും എന്ത് ചെയ്യുക, പരിഗണിച്ച് വയ്ക്കുക. കാരണം 2019 തൊട്ട് പഠിക്കുമ്പോൾ നമ്മൾ 2021 പറയുന്നേ ഉള്ളൂ. 2021 ലഭിച്ചത് ഡേവിഡ് കാർഡ്, ജോഷുവ ഡി ആൻഗ്രിസ്റ്റ്, ഗെയ്ഡോ ഇംബൻസ്. ഇവർക്ക് ലഭിച്ചത് സാമൂഹിക വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതിനാണ്. സാമൂഹിക വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതിനാണ് ഡേവിഡ് കാർഡിനും ജോഷുവ ഡി ആൻഗ്രിസ്റ്റിനും ഗെയ്ഡോ ഇംബൻസിനും സാമ്പത്തിക നോബൽ സമ്മാനം 2021 ലഭിച്ചത്. അപ്പോൾ 2019, 20, 21. അടുത്ത 22 ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2022 അതായത് 3 പേർക്ക് അവിടെ നൽകി. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 ബെൻ ബെർണാക്, 2 ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, മൂന്നാമത്തെ ആളുടെ പേര് ഫിലിപ്പ് ഡൈബി. അപ്പോൾ ആരൊക്കെയാണ് കിട്ടിയത് 2022? ബെൻ ബെർണാക്, ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, ഫിലിപ്പ് ഡൈബിങ്. ആ പേരുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന പേരൊന്നും അല്ല. 2022 ലഭിച്ചതാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് 2022. ബെൻ ബെർണാക്ക്, ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, ഫിലിപ്പ് ഡൈബിങ്. ഇവർക്ക് ലഭിച്ച പഠനം ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2022 സാമ്പത്തിക നോബൽ ലഭിച്ച വ്യക്തികൾക്ക് അവരുടെ എന്തിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഇവർക്ക് നോബൽ സമ്മാനം അർഹനാക്കിയത്, അല്ലെങ്കിൽ നോബൽ സമ്മാനം നൽകിയത്. പരീക്ഷ ചോദ്യമാണ്, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അവിടെ ശ്രദ്ധിക്കുക, ഫോർ ദ സ്റ്റഡി ഓഫ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസ്. ബാങ്കിങ് മേഖലയിലെയും സാമ്പത്തിക മേഖലയിലെയും പ്രതിസന്ധികളെ കുറിച്ച് പഠിച്ചതിനാണ് ഈ 3 പേർക്ക് 2022 സാമ്പത്തിക നോബൽ നൽകുന്നത്. ഇതിൽ 2021 മാത്രമാണ് അധികം ചോദിച്ചു കാണാത്തത്. 2022 ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അവരുടെ കാരണസഹിതം പഠിക്കണം, എന്ത് മേഖലയെക്കുറിച്ചുള്ള പഠനമാണെന്ന് പോലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2022 ബെൻ ബെർണാക്, ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, ഫിലിപ്പ് ഡൈബിങ്. അവർക്ക് ലഭിച്ചത് ഫോർ ദ സ്റ്റഡി ഓഫ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസ്, അതായത് ബാങ്കിങ് മേഖലയിലെയും അതാണ് സാമ്പത്തിക മേഖലയിലെയും പ്രതിസന്ധികളെ കുറിച്ച് പഠിച്ചതിനാണ്. ഓക്കെ, നമ്മുടെ LGS പരീക്ഷയ്ക്കും അതുപോലെ നമ്മുടെ LDC പരീക്ഷയ്ക്കും ചോദിച്ച ഒരു ക്വസ്റ്റ്യനെ മുൻനിർത്തിയാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിച്ചത്. നേരത്തെ നമ്മൾ 2 ചോദ്യങ്ങൾ ചെയ്തതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ മുൻനിർത്തിയാണ്, അതിൽ 2 ചോദ്യങ്ങളെ മുൻനിർത്തിയാണ്. നമ്മുടെ ചോദ്യത്തിന്റെ ഇങ്ങനെയായിരുന്നു ചോദ്യം, 2023 താഴെ പറയുന്നതിൽ ആർക്കാണ് സാമ്പത്തിക നോബൽ ലഭിച്ചത്? ആ ഒരു ഉത്തരവാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ശ്രദ്ധിക്കുക, 2023 സാമ്പത്തിക നോബൽ ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ക്ലോഡിയ ഗോൾഡിൻ. ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. നമ്മുടെ ഓപ്ഷൻ സിയിൽ ഉണ്ടായിരുന്ന പേരല്ലേ ക്ലോഡിയ ഗോൾഡിൻ. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. 2024 അവസാനം നടന്ന മലപ്പുറം, ഇടുക്കി ജില്ലാ പരീക്ഷകൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. താഴെ പറയുന്നവയിൽ 2023 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിക്കാത്തത് ആർക്ക്? ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ ഓപ്ഷൻ ബിയിൽ എന്തുണ്ടായിരുന്നു? ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ 2023 സാമ്പത്തിക നോബൽ സമ്മാനമാണ് ആർക്ക് ലഭിച്ചത്? ക്ലോഡിയ ഗോൾഡിൻ. അതറിയാവുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം പഠിക്കണമെന്നില്ല, അല്ലെങ്കിൽ ആ രീതി ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും ഇല്ലേ? അപ്പോൾ ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുക. ഒരുപാട് തവണ ചോദിച്ചതാണ്, ഒരു വനിതയാണ്, അതുകൊണ്ടാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി. 2023 സാമ്പത്തിക നോബൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ. എന്തിനെക്കുറിച്ചുള്ള പഠനം, ഏത് മേഖലയെക്കുറിച്ചുള്ള പഠനം, അതൊന്ന് പഠിച്ചു വയ്ക്കുക. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. അതായത് തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അസമത്വത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്ലോഡിയ ഗോൾഡിന് സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ഇതിനു പുറമെയുള്ള ചോദ്യം, സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ഓക്കെ, എലനർ ഓസ്ട്രം, എസ്തർ ഡഫ്ലോ, 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. എലനർ ഓസ്ട്രം 2009 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത എലനർ ഓസ്ട്രം 2009, നമ്മൾ നേരത്തെ പറഞ്ഞു. 2ാമത്തെ വനിത എസ്തർ ഡഫ്ലോ 2019. 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓക്കെ, 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഒരു വനിതയ്ക്കാണ്. അവരുടെ പേര് ക്ലോഡിയ ഗോൾഡിൻ എന്നാണ്. ഇവർക്ക് ലഭിച്ചത് സാമ്പത്തിക നോബൽ സമ്മാനം ലഭിക്കുന്ന 3ാമത്തെ വനിതയാണ്. ഇവർക്ക് ലഭിച്ചത് എന്തിനെക്കുറിച്ചുള്ള പഠനത്തിനാണെന്ന് ചോദിച്ചാൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് ലഭിച്ചത്. തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അസമത്വത്തെക്കുറിച്ചാണ് പഠനം നടത്തിയത്. ഇതിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, നമ്മുടെ പരീക്ഷകൾക്ക് ഇതുവരെയും ചോദിച്ചത് 2023 കാര്യമാണ്. എന്നാൽ ഇപ്പോൾ കറണ്ട് അഫെയർ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് 2024 നോബൽ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുവരെ 2023 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 2024 ചോദിക്കുന്ന സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് പഠിക്കേണ്ട 2024 നോബൽ സമ്മാനമാണ്. അത് ഏറ്റവും പുതിയൊരു കണക്കാണ്, അല്ലെങ്കിൽ പുതിയൊരു അറിവാണ്. 2024 സാമ്പത്തിക നോബൽ. 2024 സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. അവരുടെ പേരുകൾ ശ്രദ്ധിക്കുക. 1 ഡാരൻ അസമഗ്ലോ, 2ാമത്തെ ആളുടെ പേര് സൈമൺ ജോൺസൺ, 3ാമത്തെ ആളുടെ പേര് ജെയിംസ് റോബിൻസൺ. 3 വ്യക്തികൾക്ക്. അപ്പോൾ 2024 സാമ്പത്തിക നോബൽ ലഭിച്ചത് 3 പേർക്കാണ്. അതിൽ 1ാമത്തെ ആളുടെ പേരാണ് ഡാരൻ അസമഗ്ലു, 2ാമത്തെ ആളുടെ പേര് സൈമൺ ജോൺസൺ, 3ാമത്തെ ആളുടെ പേര് ജെയിംസ് റോബിൻസൺ. ഇവർക്ക് ലഭിച്ച വർഷം 2024.
അപ്പോൾ സാമ്പത്തിക നോവൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മളിവിടെ കവർ ചെയ്തു. അതിന് പുറമെ തന്നെ നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തു. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2023 ക്ലോഡിയ ഗോൾഡിന്. ഇതുവരെ നടന്ന പരീക്ഷകൾക്ക് 2023 വരെയുള്ള കാര്യമാണ് ചോദിച്ചത്. എന്നാൽ 2024 സാമ്പത്തിക നോവൽ പ്രഖ്യാപിച്ചു, ഈ അടുത്തിടെ പ്രഖ്യാപിച്ചു. അപ്പോൾ അത് കറണ്ട് അഫയർ ആയിട്ട് പഠിക്കാം, ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാം. 2024 സാമ്പത്തിക നോവൽ ലഭിച്ചത് ആർക്കെല്ലാമാണ്? 1 ഡാരൻ അസമഗ്ലു, 2 സൈമൺ ജോൺസൺ, മൂന്നാമത്തെ ആളുടെ പേര് ജെയിംസ് റോബിൻസൺ. ഇവർക്ക് എന്തിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് അല്ലെങ്കിൽ ഏതു മേഖലയെക്കുറിച്ചുള്ള പഠനത്തിനാണ് നോബൽ സമ്മാനം അല്ലെങ്കിൽ ലഭിച്ചതെന്നുള്ളത് ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാം. അപ്പൊ അതിന്റെ ഉത്തരം എന്ത് പഠിക്കുക? ചില രാജ്യങ്ങൾ എന്തുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നു, മറ്റു ചിലവ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെടുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനത്തിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. അതായത് ലോക രാജ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു പഠനമാണ്. അതായത് ചില രാജ്യങ്ങൾ എന്തുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നു, മറ്റു ചിലവ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെടുന്നു. ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായ പഠനത്തെക്കുറിച്ചുള്ള മുൻനിർത്തിയാണ് അവർക്ക് എന്ത് ലഭിച്ചത്? സാമ്പത്തിക നോബൽ സമ്മാനം 2024 ലഭിച്ചത്. അപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോയതാണ്. ആദ്യത്തെ ചോദ്യം നമ്മൾ പഠിച്ചെന്തായിരുന്നു? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന ചോദ്യവും അതുപോലെ തന്നെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തെ മുൻനിർത്തി നമ്മുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് വ്യക്തികൾ എഴുതിയ പുസ്തകമാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ. ഇവിടെ രണ്ടാമത്തെ ചോദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? സാമ്പത്തിക നോബലുമായി ബന്ധപ്പെട്ട ചോദ്യം. അതായത് 2023 സാമ്പത്തിക നോബൽ. നമ്മൾ അവിടെ ആ ഒരു ടോപ്പിക്ക് പഠിച്ച സമയത്ത് സാമ്പത്തിക നോബൽ ഏർപ്പെടുത്തിയത് മുതൽ അതുപോലെ തന്നെ 3 വനിതകളുടെ പേര് 2019, 20, 21, 22, 23, 24 വരെയുള്ള ഏറ്റവും പുതിയ കണക്ക് ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ക്ലാസ് ചെയ്തത്. അപ്പോൾ ഈ 2 ചോദ്യവും അതിന്റെ അനുബന്ധ ചോദ്യവും എന്ത് ചെയ്യുക? എല്ലാവരും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചർച്ച ചെയ്തത്. LGS, LDC എക്സാമുകൾക്ക് ചോദിച്ച പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു LGS ക്വസ്റ്റ്യൻ ആണ്. LGSന്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിനോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? വലിയൊരു ചോദ്യമാണ്. 2023-24 സുസ്ഥിര വികസന ലക്ഷ്യം അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് പ്രകാരം കേരളത്തിനോടൊപ്പം 1ാം സ്ഥാനം. അപ്പൊ ഇവിടെ തന്നെ നമുക്കൊരു ചോദ്യം കിട്ടി. 1ാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് ഒരെണ്ണം ഏതാണ്? കേരളം. രണ്ടാമത്തെ അതിനൊപ്പം കേരളത്തിനോടൊപ്പം പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? അവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഉത്തരാഖണ്ഡ് ഉണ്ട്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്. 4 ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. കാരണം വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഒരുപാട് സംഭാവന നൽകുന്ന 4 സ്റ്റേറ്റുകൾ തന്നെയാണ് ഉള്ളത്. 1 ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്. നീതി ആയോഗ് പുറത്തിറക്കുന്ന കുറച്ച് സൂചികകൾ പഠിക്കാനുണ്ട്. ആ ഒരു ടോപ്പിക്ക് പഠിച്ച ഒരാളിന് ഇതിന്റെ ചോദ്യം വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കണക്കാണ്. അതായത് ഏറ്റവും അടുത്ത അവസാനമായിട്ട് നീതി ആയോഗ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് കൂടിയാണ്. അതിന്റെ ഒരു കറണ്ട് അഫയർ എന്ന രീതിയിലാണ് LGS ഈ പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിച്ചത്. നവംബർ 2 നടന്ന പരീക്ഷയാണ്. അവിടെ ശ്രദ്ധിക്കുക, നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന സൂചിക പ്രകാരം 1ാം സ്ഥാനത്ത് കേരളവും അതിനോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അതായത് ഇതിന്റെ ഉത്തരം എന്താണ്? ഉത്തരാഖണ്ഡ്. അതുപോലെ തന്നെ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ അവിടുത്തെ ഓപ്ഷൻ നോക്കാം. സുമൻ ബെറി, നരേന്ദ്രമോദി, അരവിന്ദ് പനഗരിയ, BVR സുബ്രഹ്മണ്യം. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട 4 വ്യക്തികളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 സുമൻ ബെറി, 2 നരേന്ദ്രമോദി, 3 അരവിന്ദ് പനഗരിയ, 4 BVR സുബ്രഹ്മണ്യം. ഈ 4 പേരുകൾ നമ്മൾ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഒന്നാമത്തെ ആളുടെ പേര് സുമൻ ബെറി, നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. അതായത് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ, രണ്ടാമത്തെ ആള് രാജീവ് കുമാർ, മൂന്നാമത്തെ ആളാരാണ്? സുമൻ ബെറി. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതായത് നമ്മൾ ബുക്കുകൾ പഠിച്ചു, അവിടെ തന്നെ ഈ ഒരു ചോദ്യം കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അവിടെ നിലവിലെ വൈസ് ചെയർമാന്റെ പേരെന്താണ്? സുമൻ ബെറി. നരേന്ദ്രമോദി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി. ആദ്യത്തെ നിലവിലെ ചെയർമാനാണ് ആര്? നരേന്ദ്രമോദി. അപ്പൊ നരേന്ദ്രമോദിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കിട്ടി. അരവിന്ദ് പനഗരി എന്ന ചോദ്യം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ, ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ആദ്യത്തെ ഭാഗം പഠിച്ചത് 2 ക്വസ്റ്റ്യനെ മുൻനിർത്തിയാണ്. കുറച്ച് പുസ്തകങ്ങൾ അവിടെ പറഞ്ഞതാണ് നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. BVR സുബ്രഹ്മണ്യം നിലവിലെ CEO, നീതി ആയോഗിന്റെ നിലവിലെ CEO ആണ് ആര്? BVR സുബ്രഹ്മണ്യം. അപ്പോൾ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമൻ ബെറി. ഈ 2 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ നീതി ആയോഗ് പുറത്തിറക്കുന്ന കുറച്ച് ഇൻഡെക്സുകൾ, കുറച്ച് സൂചികകൾ. അതിൽ പ്രധാനപ്പെട്ട സൂചികകൾ നമുക്ക് നോക്കാം. നീതി ആയോഗ് പുറത്തിറക്കുന്ന ഇൻഡെക്സുകൾ. അതിൽ ഒന്നാമത്തതാണ് സമഗ്ര വികസന സൂചിക. ഏറ്റവും പുതിയ കണക്കുകളാണ് പരീക്ഷയ്ക്ക് നിന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. നീതി ആയോഗിന്റെ സമഗ്ര വികസന സൂചിക.
ഒന്നാം സ്ഥാനത്ത് കേരളം, 2 തമിഴ്നാട്, 3 തെലുങ്കാന, 4 ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഒന്നാമത്തെ ഇൻഡെക്സ് കിട്ടി. സമഗ്ര വികസന സൂചിക കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. പഠിച്ചു വയ്ക്കുക. സമഗ്ര വികസന സൂചിക കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. രണ്ടാമത്തെ ഇൻഡെക്സ് ആണ് പഠിക്കേണ്ടത് ആരോഗ്യ സൂചിക. പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം കേരളം, 2 മഹാരാഷ്ട്ര, 3 തെലങ്കാന, 4 തമിഴ്നാട്. അപ്പോൾ ആ ഓർഡർ പഠിക്കാം. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, തമിഴ്നാട്. ഇൻഡെക്സിന്റെ പേരെന്താണ്? ആരോഗ്യ സൂചിക. നീതി ആയോഗിന്റെ ആരോഗ്യ സൂചിക. അപ്പോൾ 2 ഇൻഡെക്സ് കിട്ടി. ഒന്ന് സമഗ്ര വികസന സൂചിക, 2 ആരോഗ്യ സൂചിക. സമഗ്ര വികസന സൂചികയാണെങ്കിൽ ഇങ്ങനെ പഠിക്കാം. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ആരോഗ്യ സൂചികയാണെങ്കിൽ കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, തമിഴ്നാട്. ഓക്കെ, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അടുത്ത മൂന്നാമത്തെ ഇൻഡെക്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതിൽ പരീക്ഷയ്ക്ക് LGSന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് പരിഗണിച്ച് പഠിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: സുസ്ഥിര വികസന സൂചിക. ഇവിടെ ഓർമ്മിക്കുക, സുസ്ഥിര വികസന സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള 2 സ്റ്റേറ്റുകളാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരളവും ഉത്തരാഖണ്ഡ്. ഇതാണ് നമ്മുടെ പരീക്ഷ ചോദ്യം അല്ലേ. അപ്പോൾ ഈ പരീക്ഷ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സുകളെല്ലാം പഠിച്ചു വെക്കണം. നമുക്ക് ഏത് ചോദ്യം ചോദിക്കും നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഇൻഡെക്സുകൾ 6 ഉണ്ട്, 6 പഠിച്ചു വയ്ക്കുക. സുസ്ഥിര വികസന സൂചിക ഒന്നാം സ്ഥാനത്ത് കേരളവും ഉത്തരാഖണ്ഡ്. കേരളത്തിനും ഉത്തരാഖണ്ഡിനും എത്ര പോയിന്റാണ് നീതി ആയോഗ് നൽകിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 79. എത്ര പോയിന്റാണ്? 79. തൊട്ട് താഴെയുള്ള തമിഴ്നാടിന് 78 പോയിന്റ്. അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് കേരളം, ഉത്തരാഖണ്ഡ് 79 പോയിന്റ്, തമിഴ്നാട് 78 പോയിന്റ്, ഗോവ 77 പോയിന്റ്. ഗോവയ്ക്ക് 77. അപ്പോൾ ആദ്യത്തെ 4 സ്ഥാനങ്ങൾ 3 ഇൻഡെക്സിൽ നമ്മൾ പഠിച്ചു. ശ്രദ്ധിക്കുക. സുസ്ഥിര വികസന സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം, ഉത്തരാഖണ്ഡ് 79 പോയിന്റ്, തമിഴ്നാട് 78 പോയിന്റ്, ഗോവ 77 പോയിന്റ്. ഈ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അവസാനമുള്ള സംസ്ഥാനമാണ് ബീഹാർ, 57 പോയിന്റ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചിക 2023-24 പ്രകാരം ഏറ്റവും അവസാന സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ബീഹാർ, 57 പോയിന്റ്. 3 ഇൻഡെക്സുകളാണ് പറഞ്ഞത്. ഇതിൽ ഒരെണ്ണമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഏതാണ്? സുസ്ഥിര വികസന സൂചിക. ഓർമ്മിച്ച് പഠിക്കുക. ആ സമഗ്ര വികസന സൂചിക കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ആരോഗ്യ സൂചിക കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, തമിഴ്നാട്. സുസ്ഥിര വികസന സൂചിക പരീക്ഷയ്ക്ക് ചോദിച്ചു. ഒന്നാം സ്ഥാനത്ത് 2 സ്റ്റേറ്റുകൾ കേരളവും ഉത്തരാഖണ്ഡും 79 പോയിന്റ്, തമിഴ്നാട് 78 പോയിന്റ്, ഗോവ 77 പോയിന്റ്. ആദ്യത്തെ 4 സ്ഥാനങ്ങൾ കിട്ടി. ഓക്കെ, അതിന് കഴിഞ്ഞ് പഠിച്ചെന്താണ്? ഏറ്റവും അവസാന സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ, 57 പോയിന്റ്. ഓക്കെ, നീതി ആയോഗിന്റെ അടുത്ത സൂചിക നമ്മൾ പഠിക്കുന്നത് ഭരണനിർവഹണ സൂചികയാണ്. നീതി ആയോഗിന്റെ ഭരണനിർവഹണ സൂചിക ഒന്നാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് ആസാം, രണ്ടാമതാണ് കേരളം, 3 തമിഴ്നാട്, 4 ഛത്തീസ്ഗഡ്. അപ്പൊ ഭരണനിർവഹണ സൂചിക പ്രകാരം മുന്നിലുള്ള 4 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? ആസാം, കേരളം, തമിഴ്നാട്, ഛത്തീസ്ഗഡ്. അപ്പോൾ 4ാമത്തെ ഇൻഡെക്സ് കിട്ടി. ഭരണനിർവഹണ സൂചിക നമ്മൾ ആദ്യം പഠിച്ച 3 ഇൻഡെക്സുകളിൽ ഒന്നാം സ്ഥാനത്ത് കേരളം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? ആസാം. ആസാം കഴിഞ്ഞിട്ട് കേരളം, അത് കഴിഞ്ഞ് 3ാമതാരാണ്? തമിഴ്നാട്, അത് കഴിഞ്ഞ് ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം ക്വാളിറ്റി ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻഡെക്സ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ക്വാളിറ്റി ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻഡെക്സ്, അതായത് സ്കൂൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ഏത് തന്നെയാണ്? കേരളം. ഒന്നാം സ്ഥാനത്ത് കേരളം, 2 രാജസ്ഥാൻ, 3 കർണാടക, 4 ആന്ധ്രാപ്രദേശ്. അപ്പൊ കേരളം, രാജസ്ഥാൻ, കർണാടക, ആന്ധ്രാപ്രദേശ്. ക്വാളിറ്റി ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻഡെക്സ് കേരളം, രാജസ്ഥാൻ, കർണാടക, ആന്ധ്രാപ്രദേശ്. അപ്പൊ നമ്മുടെ 5ാമത്തെ ഇൻഡെക്സ് കിട്ടിയല്ലേ? ഏതാണ്? ക്വാളിറ്റി ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻഡെക്സ് കേരളം, രാജസ്ഥാൻ, കർണാടക, ആന്ധ്രാപ്രദേശ്. അപ്പൊ ഈ 5 ഇൻഡെക്സുകൾ ഉറപ്പായിട്ട് പഠിക്കുക. ഇതിൽ ഒരെണ്ണമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്, അതും LGS പരീക്ഷ. ഓക്കെ, ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് നമ്മൾ ലാസ്റ്റ് പഠിക്കേണ്ട ഇൻഡെക്സ് ആണ്. ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് ഒന്നാം സ്ഥാനം കർണാടക, 2ാം സ്ഥാനം തെലുങ്കാന, 3ാം സ്ഥാനം ഹരിയാന, 4 മഹാരാഷ്ട്ര. കർണാടക, തെലുങ്കാന, ഹരിയാന, മഹാരാഷ്ട്ര അല്ലെ. കർണാടക, തെലുങ്കാന, ഹരിയാന, മഹാരാഷ്ട്ര. ഇൻഡെക്സിന്റെ പേര് ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ്. ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ്. ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ കേരളത്തിന്റെ പേര് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ പഠിക്കണം. കേരളത്തിന്റെ സ്ഥാനം 8ാമത്. ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? 8ാമത്. അങ്ങനെ 6 ഇൻഡെക്സുകൾ പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചത് സുസ്ഥിര വികസന സൂചിക പ്രകാരം 2023-24 കേരളത്തിനോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിനും കേരളത്തിനും നമ്മൾ പറഞ്ഞെന്താണ്? 79 പോയിന്റ് ഉണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനം പഠിച്ച ഇൻഡെക്സ് ഏതാണ്? ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ്. കേരളത്തിന്റെ സ്ഥാനം 8ാമത്. ഓർമ്മിച്ചു വെക്കുക, കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? 8ാമത്. ആദ്യം കർണാടക, തെലുങ്കാന, ഹരിയാന, മഹാരാഷ്ട്ര. നമ്മൾ 6 ഇൻഡെക്സ് പഠിച്ചപ്പോഴും 4 സ്റ്റേറ്റുകളുടെ പേര് പറഞ്ഞു അല്ലേ? ഓർഡർ ആയിട്ട് ആദ്യത്തെ 4 സ്റ്റേറ്റുകളുടെ പേര് പറഞ്ഞു. സമഗ്ര വികസന സൂചിക
കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. ആരോഗ്യ സൂചിക കേരളം, മഹാരാഷ്ട്ര, തെലുങ്കാന, തമിഴ്നാട്. അടുത്ത് പറഞ്ഞത് സുസ്ഥിര വികസന സൂചിക കേരളവും ഉത്തരാഖണ്ഡ് 1-ാം സ്ഥാനം 79 പോയിന്റ്. അത് കഴിഞ്ഞ് പഠിച്ചതാണ് തമിഴ്നാട് 78 പോയിന്റ്. അത് കഴിഞ്ഞ് ഗോവ 77 പോയിന്റ്. ബീഹാർ 57 പോയിന്റ്. ഓക്കെ. ഭരണനിർവഹണ സൂചിക ആസാം, കേരളം, തമിഴ്നാട്, ഛത്തീസ്ഗഡ്. ക്വാളിറ്റി ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ, സ്കൂൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് അല്ലേ? സ്കൂൾ എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം. കേരളം, രാജസ്ഥാൻ, കർണാടക, ആന്ധ്രാപ്രദേശ്. ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് പ്രകാരം 1-ാം സ്ഥാനത്ത് കർണാടക, 2 തെലുങ്കാന, 3 ഹരിയാന, 4 മഹാരാഷ്ട്ര. അവിടെ നമ്മൾ പഠിച്ചതാണ് ഈ സൂചിക പ്രകാരം കേരളത്തിന്റെ സ്ഥാനം 8-ാമതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ചർച്ച ചെയ്തത്. 5 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ഭാഗത്തിൽ 2 ക്വസ്റ്റ്യൻ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ 2 ചോദ്യം. ഈ 5 ക്വസ്റ്റ്യൻസിൽ നമുക്ക് കിട്ടിയത് 3 ടോപ്പിക്കുകളാണ്. അതായത് നീതി ആയോഗുമായി ബന്ധപ്പെട്ട ഇൻഡെക്സ്, അടിസ്ഥാന സാമ്പത്തികപരം എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, പിന്നെ നമ്മൾ പഠിച്ച എന്താണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം. ഈ 3 ടോപ്പിക്കുകളും കവർ ചെയ്തിട്ട് പഠിക്കാനും പറ്റി. അതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് അറിയാനും സാധിച്ചു. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി വരുന്ന ക്ലാസ്സുകളിലും ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചുള്ള അനലൈസ് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഇത്രയും ചോദ്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. ഇതിൻ്റെ അനുബന്ധ ചോദ്യങ്ങൾ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക? എനേബിൾ ആക്കി ഇടുക. എന്നിട്ട് നമ്മുടെ എന്താണ് എല്ലാ വീഡിയോകളും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. മാറുന്ന PSC പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ? എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ? ടെൻഷൻ വേണ്ട, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. വെറും 3 മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം. മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പിലൂടെ. ഇനിയും വൈകിട്ടില്ല, പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല. ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്.